റാസ്കൽസ് സ്റ്റേഷനിൽ നിന്ന് ചീട്ട് കളിക്കുന്നു. ഇതൊന്നും എന്റെ അച്ചിവിടാണെന്ന് വിചാരിച്ചോടാ. ഡേ വേലപ്പ, നൂൺ ഷോയ്ക്ക് സമയമായിടേ. ഇന്ന് മോഹൻലാലിന്റെ പടം റിലീസാണ്. പോയി പോക്കറ്റ് അടിച്ചിട്ട് വാടേ. നാളെ പുതിയ CI ചാർജ് എടുക്ക ഏത് വർഗ്ഗക്കാരന്റെ നാർക്കറിയാം. ഡേ സമയമായിടേ. കളിക്കാനും സമ്മതിക്കില്ല. ഡേ ഈ ജോലി തിരക്കിനിടയിലും അലാറം വെച്ച് എഴുന്നേറ്റ് നിന്നെയൊക്കെ ജോലിക്ക് പറഞ്ഞു വിടുന്ന എന്റെ ഉത്തരവാദിത്വ ബോധത്തെ പറ്റി നിനക്കൊരു ബോധം ഇല്ലല്ലോടെ. സാറിന് ആരായി പേരിട്ടത്? സൽഗുണൻ. നല്ല ചേർച്ചയുള്ള പേര്. അതെന്റെ അച്ഛൻ നിർഗുണൻ. പോയിട്ട് വാടേ. നിങ്ങൾ കളിച്ചോ. വേറെ വേല പന്നിക്ക്. നീ നല്ല പാർട്ടിയാ. എന്ത് പണിയാടേ കാണിച്ച്? പണിയായിട്ടും വേണ്ടേ? സാറിന്റെ ആത്മാർത്ഥത ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതാണ് സൽഗുണൻ. അനിയ ചെലവുകളൊക്കെ കൂടി കൂടി വരികയാണ്. ഇന്നെങ്കിലും അല്പ കട്ടിയുള്ള പോക്കറ്റ് വല്ലതും കീറണേ. ഐശ്വര്യോട്ട് വാങ്ങിച്ചു. നിക്ക്. ഈ മാസം ഇത് 7ാമത്തെ ബ്ലേഡാണ്. പോയി. ഇതെന്താ പോലീസ് സ്റ്റേഷനോ ചീട്ട് കളിക്കുമ്പോ? പോലീസ് സ്റ്റേഷൻ സാർ നാളെ വരുമെന്നാണല്ലോ ഇൻഫർമേഷൻ. ഒരു വലിയ സ്ഫോടനം കഴിഞ്ഞ് നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തരായിരിക്കുമ്പോൾ ഈ പഞ്ചായത്തിലെ ഏക പോലീസ് സ്റ്റേഷൻ ഉത്തരവാദിത്തമാണ് ഞാൻ ഈ കാണുന്നത്. സാർ അത് റിക്രിയേഷന്റെ എന്താണോ തന്റെ പേര്? ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ സൽഗുണൻ. ഒരു ബ്യൂട്ടിഫുൾ ഭാര്യയും ഐശ്വര്യമുള്ള ഒരു പൊന്നോമന പുത്രനും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഒരു അവിഞ്ഞ അമ്മായിയമ്മയുമുള്ള ഒരു സംതൃപ്ത കുടുംബം. തന്റെ കുടുംബകാരൻ ഞാൻ ചോദിച്ചില്ല. ഐ എം എ സ്ട്രിക്റ്റ് പോലീസ് ഓഫീസർ. ഒരു ദുരന്തത്തിന് കാരണക്കാരായ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോലീസ് ഓഫീസർ. എന്റെ പോലീസ് സ്റ്റേഷനും പരിസരവും വൃത്തിയായിരിക്കണം. എല്ലാവരും കൃത്യസമയത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കണം. ഇതെന്താണോ ലോക്കപ്പിൽ ക്രിമിനൽസ് ഒന്നുമില്ലേ? അവന്മാരെങ്കിൽ വൈകുന്നേരം ഈ ഗ്രാമത്തിൽ കള്ളന്മാരേ ഇല്ല സാർ. ഒരു പോക്കറ്റ് നിർത്തത്ത് ഒരു പോക്കറ്റ് എടുക്കാൻ കണ്ടിട്ട് കാലം എത്ര ഇല്ലേ വർക്ക്? അല്ല, ഒരാൾ 4 മണിക്ക് വരാന്ന് പറഞ്ഞു. ആരാത്? രാവിലെ വിട്ട ആള്. വൈകുന്നേരം വിട്ടത്. രാവിലെ. ഈ പഞ്ചായത്തിലെ സകല ക്രിമിനൽസിന്റെ ലിസ്റ്റ് ഉടൻ തന്നെ എന്റെ മേശപ്പുറത്ത് വരണം. നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കണം. വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്നത് ഉടൻ തന്നെ ലോക്കപ്പ് ചെയ്യണം. 11 മണിക്ക് ശേഷം. നാളെ കാണാൻ വേണി. ക്ലീനിങ് തുടങ്ങിയ ഇന്നത്തെ ദിവസം കൂടെ ഉള്ളു. അതുകൊണ്ട് ഇന്ന് അടിച്ച് പൊളിക്കണം. നാളെ കാലമാർ നിങ്ങളുടെ എത്തണല്ലേ? എന്താ അവന്റെ പേര്? ഉണ്ടോ? ഏതാ ഈ അവതാരം? എന്റെ പേര് ദാസപ്പൻ. കേരള പോലീസിലാണ് ജോലി. തനിക്ക് പനിക്കുന്നുണ്ടോ? ഇല്ല സാർ. പിന്നെന്താ ഒരു വിറവല്? പനിച്ചിട്ടാ. എന്താണോ കയ്യില്? ഇത് യൂണിഫോമാ. യൂണിഫോം അല്ലതായിട്ടിരിക്കുന്ന? ഇത് ഞങ്ങളുടെ മിമിക്രിക്കാരുടെ യൂണിഫോമാണ്. നല്ല ഒന്നാം തരം മിമിക്രിക്കാരനാണ് സാർ. കൃഷ്ണൻകുട്ടി നായരെയും കടുവാക്കുളത്തിനെ അതുപോലെ എടുക്കും. ഒന്ന് കാണിച്ചു കൊടുക്ക ദാസപ്പ സാറിന്. പൊന്മുട്ടയിടുന്ന താറാവെന്ന ചിത്രത്തിൽ ശ്രീ കൃഷ്ണൻകുട്ടി നായർ. എന്താണോ ഷേവ് ചെയ്യാത്തത്? ബ്ലേഡ് അലർജിയാണ് സാർ. സ്പെഷ്യൽ പെർമിഷൻ ഉണ്ട്. കാണണോ? വേണ്ട. വേണ്ട. ആ ബോംബ് സ്ഫോടനത്തിന്റെ ഫയൽസ് റൂമിലേക്ക് കൊണ്ടുവരും. എന്താണ് ഫയൽ? ഏത് ഫയൽ? മറ്റേ ഫയൽ. മറ്റേ ഫയൽ? ആ ബോംബെക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിന്റെ ഫയൽ. ബോംബെക്കാരിയുടെ ബോംബ് സ്ഫോടനത്തിന്റെ ഫയൽ അവിടെ? രണ്ടും ബോംബ് ബോംബ് എന്നായതുകൊണ്ട് തെറ്റിപ്പോയതാണ് സാർ. ഓ റാണി ഫോൺ എടുക്ക. ഹലോ. ആ ഉണ്ട് കൊടുക്കാം. മാഡത്തിനാ? ഹസ്ബൻഡാ? ഹലോ മഹേട്ടിനെ പോന്നു? ഞാനിപ്പോ ഒന്ന് കയറിയുള്ളൂ. മോളെവിടെ? മോള് മ്യൂസിക് ക്ലാസ്സിൽ പോയിരിക്കുക. നിന്റെ അച്ഛനിപ്പോഴും പഴയ നമ്പ്യാര് തന്നെയല്ലേ? ആ തുടങ്ങി. അമ്മായി എപ്പനും മരുമോനും കൂടി. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? ആ നിന്റെ രോഗികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? ഓ തമാശ പറഞ്ഞായിരിക്കും. എടി നമ്മുടെ അടുത്തുള്ള കൈരളി തിയേറ്ററിൽ ഇപ്പൊ ഏത് പടം ഓടുന്ന? പോലീസ് ജാഗ്രതയിൽ. വേഗം വീട്ടിലേക്ക് വാ. സിനിമാ ഭ്രാന്ത് ഇപ്പോഴും തീർന്നിട്ടില്ല. സാർ എന്നെ വിളിച്ചോ? ഇവിടുത്തെ എസ് ഐ എവിടെ പോയോ? എസ് ഐ സാർ 2 മാസമായിട്ട് ലീവാണ് സാർ. ഹണിമൂണിന് പോയിരിക്കുക. ഊട്ടി, കൊടൈക്കനാൽ, മധുര. മതി. ഇനി എസ് ഐ സാർ വിളിക്കുമ്പോ പറയാം മതി ഇങ്ങ് പോരാൻ. തനിക്ക് ഡ്രൈവിംഗ് അറിയാം? അറിയാം സാർ. ലൈസൻസ് ഉണ്ട്.
നാളെ വല്ല താനാ എന്റെ ഡ്രൈവർ. അപ്പൊ ഞാനിന്നൊന്ന് എന്റെ വീട്ടിൽ പൊക്കെടു സാർ. എന്തിന്? പണയം വെച്ചേക്കണ ലൈസൻസ് എടുപ്പിക്കാനാ. എവിടെയാ തന്റെ വീട്? മൈമൂൺ തിയേറ്ററിന്റെ ബാക്കിലാണ് സാർ. മൈമൂണിൽ ഇപ്പൊ ഏത് പടം കളിക്കുന്നത്? ലാവണ്യ ലഹരി. ദാ, ബാൽക്കണിയോ പത്താസോ. പോയി ഞാനേ വെള്ളി നക്ഷത്രം വാങ്ങിച്ചിട്ട് പോണം. അപ്പൊ സാർ ആ പടം കണ്ടതാണല്ലേ? പോടോ. ഇതൊക്കെ ആരാ അച്ഛ? അച്ഛൻ പിടിച്ച കള്ളന്മാരാണോ? ഏയ്, ഇതൊക്കെ അച്ഛനാ. അച്ഛൻ കള്ളനാണോ? ഇതൊക്കെ അച്ഛൻ അഭിനയിച്ച നാടകത്തിലെ കഥാപാത്രങ്ങളാ. ഇത് കൊല്ലംപള്ളി തങ്കപ്പൻ, ഇത് തല്ലിപ്പുള്ളി ജബ്ബാർ, ഇത് ഇടിപെട്ട് പാപ്പി. ആ എല്ലാം നല്ല റോളുകളാ മോളെ. മൊത്തം റൗഡികള്. എന്റെ മഹേട്ടാ, നിങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? ഞാൻ മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരും കലാകാരന്മാരാ. എന്തിന് സിനിമാ നടൻ സത്യൻ അത് ഇൻസ്പെക്ടർ ആയിരുന്നു. നിന്റെ അമ്മയ്ക്ക് അസൂയ, അവള് വ്യാജ ഡോക്ടറാ. ഓ, പോലീസുകാരുടെ ബുദ്ധിയൊന്നും പറയണ്ട. നീ വാ മോളെ. നിങ്ങൾ ഡോക്ടർമാർക്ക് ഒരു രോഗിയുടെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കാൻ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കണം. ഞങ്ങൾ ഒരൊറ്റ നോട്ടം നോക്കിയാൽ മതി, അവന്റെ ഹാർട്ട് എന്ന് പോവും. ഓ, കുറ്റം ചെയ്യാത്തവരെ പിടിച്ച് കുറ്റം സമ്മതിപ്പിക്കലല്ലേ നിങ്ങളുടെ പണി? ഓ, നിങ്ങളൊക്കെ മദർ തെരേസ്യമാരല്ലേ? ഒരുത്തന് തലവേദനയാണെന്ന് പറഞ്ഞ അവനെ കയ്യിലോട്ട് കിട്ടിയ സ്കാനിങ്, എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, BP, ഷുഗർ, കൊളസ്ട്രോൾ, എന്റെ അമ്മേ, അവന്റെ കുടുംബം കോളം തോണ്ടും. അവസാനം കാശി തീരുമ്പോ ഏതെങ്കിലും പെട്ടിക്കടച്ചത് 2 ഗുളിയം വായിച്ചു അവന്റെ അസുഖം മാറി പോയി. അത് പറയണ്ട. പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ തരണമെങ്കിൽ പോലീസിന് കാശ്, ഹെഡ് കോൺസ്റ്റബിളിന് കാശ്, SIക്ക് കാശ്, റൈറ്റർക്ക് കാശ്, സർക്കിളിന് കാശ്, അവിടുത്തെ തൂണിന് വരെ കാശ്. എങ്ങനെ ഒരു പെറ്റീഷൻ തരും? കിട്ടി, ഒരു പെറ്റീഷൻ കിട്ടി. ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോറിൻ കത്തിലെ കാണാനില്ലെന്ന്. ഞാൻ കണ്ട റൌഡീസിനെ, നോട്ടബിൾസിനെ എല്ലാത്തിനും പിടിച്ച് ലോക്കപ്പ് ചെയ്തു. അവസാനം എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിയുടെ വയറ്റിന്റെ അകത്തുനിന്ന്. ആ ഓപ്പറേഷൻ അമ്മയാണ് ചെയ്തത്. കിടന്നുറങ്ങടി. ഇവിടെ ഒരു കിന്നാരം. ഡോക്ടറാണോ? അല്ല, കമ്പൗണ്ടറാ. ഞാൻ വിചാരിച്ചു രോഗിയാണെന്നും. താനാരാ? കണ്ടിട്ട് മനസ്സിലായില്ല? മനസ്സിലാകാഞ്ഞിട്ടാണല്ലോ ചോദിച്ചത്. ഞാൻ പോലീസ് കോൺസ്റ്റബിൾ TC ദാസപ്പൻ. ദൈവത്തിന്റെ ഓരോ വികൃതികളെ, ഇങ്ങനെയും ഒരു പോലീസോ? എടാ, ഞാൻ ഇങ്ങനെ ഇരിക്കണമെന്ന് കരുതണ്ട. എത്ര കേസുകളാ പിടിച്ചേക്കണെന്ന് അറിയാമോ? കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഗ്യാസിന്റെ കാര്യം ഓർത്തത്. ഇതെന്താ ഇവിടുത്തെ അടുക്കള കാറിന്റെ ഡിക്കിലേക്ക് മാറ്റി? ഇത് ഗ്യാസിൽ ഓടുന്ന വണ്ടിയാ. അപ്പൊ ഡ്രൈവർ വേണ്ടേ? ഞാനല്ലോ ഞാൻ. ഓ, അപ്പൊ ഡ്രൈവർ ആണല്ലേ? എടാ ഡ്രൈവറെ, ഇന്ന് വരെ ഒരു ടീച്ചറെ മുഖത്ത് വെച്ച ഒരു ഡ്രൈവർ ചാച്ചി എന്ന് പറഞ്ഞിട്ടില്ല. നല്ല കുരുത്തുള്ള മോൻ. മോന്റെ പേരെന്താ? TC ദാസപ്പൻ. ആ, ഞാൻ മഹാദേവന്റെ അമ്മയാ. നമസ്കാരമ്മേ. ആ, എനിക്കിപ്പോഴാ ഒരു സമാധാനായത്. മഹാദേവന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴേ എനിക്കറിയാം. ആ പെരട്ട നാരായണപിള്ള, നാരായണപിള്ള സാറ്. ആ, അദ്ദേഹം ഉണ്ടായിരുന്നപ്പോ ഞാൻ ഒന്നിനും വിഷമിച്ചിട്ടില്ല. അടിച്ചു വാരാൻ പോലീസ്, വിറക് കീറാൻ പോലീസ്, വെള്ളം കോരാൻ പോലീസ്, മുറ്റടിക്കാൻ വനിതാ പോലീസ് എന്ന് വേണ്ട മക്കളെ, എല്ലാ കാര്യത്തിലും പോലീസുകാരായിരുന്നു. എന്റെ വീടൊരു പോലീസ് സ്റ്റേഷൻ ആയിരുന്നു. ആ, അവരെ കൊണ്ട് പണി എടുപ്പിച്ച് എനിക്ക് കൊതി തീർന്നില്ല മോനെ. ഏതായാലും മോൻ വന്നിട്ട് മോൻ മാർക്കറ്റിൽ പോയി. പിന്നെ കുറച്ച് പരവിയും ചെയ്യാത്താണോ നോക്കണേ. ഈ വേസ്റ്റിൽ പോയ കാശ് കുറവായിരിക്കും. കാശേ കൊടുക്കണ്ട മച്ചി, ഇത് ഓസല്ലേ. ഓടുന്ന വഴിക്കല്ലേ മച്ചി റേഷൻ കട. പഞ്ചാരോട് മേടിപ്പിക്കും. റേഷൻ കട ഇപ്പൊ തുറന്നു കാണില്ല. ഇപ്പൊ തുറന്നു കുറച്ച് കഴിയുമ്പോൾ തുറക്കും. കുറച്ച് തുറക്കില്ല. അമ്മ, ഞാൻ പോയിട്ട് വരാം. ശരി മോനെ. ആ, നീ ഏതായാലും ഒത്തിരി നാൾ കൂടി വന്നതല്ലേ, രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പോയാ. അത് ശരിയാ. ആശുപത്രി പോകുന്ന വഴിയില്ലേ അമ്പലം? നമുക്ക് എന്റെ കാറിൽ പോവാം. നിന്റെ വണ്ടി നിനക്ക് നിന്റെ അച്ഛൻ മേടിച്ചു തന്ന, ജീപ്പ് എനിക്ക് സർക്കാർ തന്നതാ. സൗകര്യം ഉണ്ടെങ്കിൽ അതിൽ വരാം. പോലീസ് വണ്ടി കണ്ട് പൂജാരി ഇറങ്ങി ഓടണ്ടെന്ന് വെച്ചിട്ടാ. ആ നാരായണ, മോളെ സ്കൂളിൽ വിട്ടിട്ട് ആശുപത്രിയിലേക്ക് വന്നാ മതി. പോയിട്ട് വരട്ടെ. ശരി അയ്യോ അമ്മ, റേഷൻ കട പോണ കാര്യം. ആ മോനെ ദാസപ്പാ, സാറിനെ കൊണ്ട് വിട്ടേച്ച് വേഗം മീൻ വാങ്ങിച്ചു വരണേ, എന്നിട്ടും റേഷൻ കടയിൽ പോവാൻ. നീ എന്താണ് നോക്കി നിൽക്കണേ? പോയി തേങ്ങ വിളിക്കണ. തൊണ്ടും ചിരട്ട ഞാൻ കരുതി വെക്കണുണ്ട്.